ഫിയർ സ്ട്രീറ്റ് പ്രോം ക്വീൻ ഡയറക്റ്റഡ് ബൈ മാറ്റ് പാമർ. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞത് ആദ്യത്തേത് ഇതൊരു നോവൽ അഡാപ്റ്റേഷൻ ആണ്. 1992 ഇറങ്ങിയ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു മൂവി ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് മാത്രമല്ല, ഈ ഒരു സിനിമ ഈ ഫ്രാഞ്ചൈസിത്തെ 4ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ മുന്നത്തെ ഒരൊറ്റ പടം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സാധാരണ നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് 1.9 സ്റ്റാർ റേറ്റിംഗ് എന്തോടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മിക്ക മൂവീസും ഞാൻ ഏതൊരു കണ്ടിട്ടുള്ള എല്ലാ മൂവീസും ഒരു ഡിസാസ്റ്ററാണ്. ആദ്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ട് നല്ല രീതിയിൽ ഇഷ്ടമായ ഒരു മൂവിക്ക് ഒരു റേറ്റിംഗ് കിട്ടുന്നത്. അപ്പോൾ പക്ഷെ എല്ലാവരും പറയലില്ല പൊതുവെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ ഒരു പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഒരു സ്ലാഷർ മൂവിയാണ്. ഒരാൾ വന്നിട്ട് എല്ലാവരും കൊല്ലുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. എന്ന് വെച്ചിട്ട് എല്ലാവരും കൊല്ലല്ല, ഇത് ടെറിഫയറിലൊക്കെ കണ്ട പോലെ ഈ കോമാളി വന്നിട്ട് അങ്ങനെ അടിച്ച് പെയ്യുന്നില്ല, അങ്ങനെയല്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു മൂവി ഒരു കീട്ടിലം പടമാണ്. അത് ഇതിൻ്റെ പ്ലോട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സ്കൂളിൽ ഒരു പ്രോം ക്വീൻ എന്ന് പറഞ്ഞ ഒരു കോൺടെസ്റ്റ് നടക്കുന്ന ടൈമിൽ ആ പ്രോം ക്വീൻ കോൺടെസ്റ്റിൽ വന്നിട്ടുള്ള നോമിനേഷൻസ് ഉണ്ടാവുമല്ലോ, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പാർട്ടിസിപ്പൻസ് ഉണ്ടാവുമല്ലോ, അവരെ കൊല്ലാൻ നടക്കുന്ന ഒരു പടമാണ് ഇത്. അതാണ് ഫിയർ സ്ട്രീറ്റ് പ്രോം ക്വീൻ എന്ന് വരാനുള്ള കാരണം. പക്ഷെ ക്ലൈമാക്സ് കീട്ടിലും സാധനം നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത സംഭവങ്ങളാണ് ക്ലൈമാക്സിലൊക്കെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ സിനിമ ഇതിൽ ഇപ്പോൾ ഇങ്ങനെ കൊല്ലാൻ നടക്കുന്ന ആളൊരു മാസ്ക് ഇട്ടിട്ടാണ്. ഈ മാസ്ക് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈമിൽ പിന്നെ ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുമല്ലോ, അതും ഒരു ട്വിസ്റ്റാണ്. ഇപ്പോൾ വെറുതെ ഒരു പടം എടുത്ത് വെക്കുക എന്നുള്ള അല്ലാതെ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നോവൽ അഡാപ്റ്റേഷൻ എന്ത് തേങ്ങാ മാങ്ങയാണെങ്കിൽ പോലും സിനിമ എടുക്കുന്ന സമയത്ത് നമുക്കൊരു എന്താ പറയുക പ്രഡിക്റ്റബിൾ സംഭവം അല്ലാതെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു അത്യാവശ്യം പണിയുള്ള പരിപാടിയാണ്. അത് ഇവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു കാര്യം വരെ വയലൻസ് ഉണ്ട്. വയലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്യായ വയലൻസ് എന്ന് വെച്ചാൽ ടെറിഫയർ മറ്റേ ലെവൽ വയലൻസ് അല്ല എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ടെറിഫയറിൽ നിന്ന് ഇങ്ങനെ പറയാനുള്ള കാരണം ഇത് രണ്ടും സ്ലാഷർ ഫിലിംസ് ആയതുകൊണ്ടാണ്. ടെറിഫയറത്തെ പോലെ അറഞ്ഞ മട്ടല്ല, പക്ഷെ ഇത് ഈ കൊല്ലണതൊക്കെ അതേപോലെ കാണിക്കും. കൈ വെട്ടണത്, വയറ് വെട്ടണത്, തലക്ക് കത്തി കുത്തി കയറ്റണത്, ഇതൊക്കെ അങ്ങനെ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വയലൻസ് ഉള്ള ഒരു മൂവിയാണ് ഈ ഫിയർ സ്ട്രീറ്റ് പ്രോം ക്വീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വയലൻസ് ഉള്ള മൂവിൻ്റെ ഫാനാണ് ഞാൻ. അപ്പോൾ അതിനൊരു എൻജോയ്മെൻറ്റ് ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഈ സിനിമയ്ക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വയലൻസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ മൂവി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷെ കുറച്ചും കൂടെ വേണമായിരുന്നു. വയലൻസ് വല്ലാതെ കുറഞ്ഞു പോയൊരു ഫീല് എനിക്ക് തോന്നി. കുറച്ചും കൂടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടെറിഫയർ ലെവലിൽ ഈ സിനിമ എടുത്തേക്കാൻ പറ്റിയിരുന്നു. പക്ഷെ അങ്ങനെ അന്യായ വയലൻസ് എന്ന് അവകാശപ്പെടാൻ ഒരു കുറച്ചുള്ളൂ, മനസ്സിലായില്ലേ? അത് എന്താ പറയുക, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ ടെറിഫയർ പോലെ ഇങ്ങനെ അറഞ്ചം അങ്ങനത്തെ വയലൻസ് അല്ല, ഉള്ള സാധനം അതേപോലെ ബ്ലർ ചെയ്യാതെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ ആക്ട്രസ്, ബാക്കിയുള്ളൊരു മോശം നല്ല മെയിൻ ആക്ട്രസിൻ്റെ കുറച്ച് കിട്ടിലും പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇതിൽ. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ആ ഈ ക്യാരക്ടർ എന്താന്ന് പറഞ്ഞാൽ ഞാൻ സ്പോയിലർ ആവും. പക്ഷെ ഇങ്ങനെ പറയാം, എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ദി ഹീറോയിൻ, ആ നായിക കിട്ടിലും പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒപ്പം വേറെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് എന്തായതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ കൂടുതൽ വലിച്ച് നീട്ടിപ്പിക്കണില്ല. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഈസ് സാക്കിബ് ടോക്സ്, സൈനിങ് ഔട്ട്.